കാരുണ്യവാനായ കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിക്കും. എൻ്റെ ദൈവമേ, ശ്രദ്ധിക്കണമേ, ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ക്ഷീണിച്ചു പോകുമ്പോൾ തകർന്നു വീഴാനിടയാക്കാതെ എന്നെ താങ്ങി ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയതുപോലെ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളെ വഴി നടത്തണമേ. മുൻപിൽ ചെങ്കടലുണ്ട്, എങ്ങനെ കടക്കുമെന്ന് ഭാരത്തോടുകൂടി നിൽക്കുമ്പോൾ, പിറകിൽ ഫറവോൻ്റെ സൈന്യമുണ്ട്, എങ്ങനെ തിരിഞ്ഞോടുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ, മുൻപിൽ ചെങ്കടലിനെ വിഭാഗിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവം, എന്നെ അലട്ടുന്ന എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളുടെ നടുവിൽ വഴിയൊരുക്കി എന്നെ സർവശക്തനായ ദൈവം നടത്തുമാറാകണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ നിൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. എൻ്റെ മക്കളെല്ലാ ഭാരങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ കൂടെയിരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോടും കൂടെയുണ്ടെന്നരുളി ചെയ്ത സർവശക്തനായ ദൈവം കൂടെയിരുന്ന് കരം പിടിച്ച് നിൻ്റെ മക്കളെ നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന മക്കൾ, കർത്താവേ, വേദനപ്പെടുത്തുന്ന മറ്റനേക പ്രതിസന്ധികൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതിൻ്റെ മേലൊക്കെ അങ്ങയുടെ കരം വെച്ച് സൗഖ്യമാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം, ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം, വിദ്യാഭ്യാസത്തിൽ പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിഞ്ഞ് നടത്തണം. ഏത് രോഗത്തിൻ്റെ നടുവിലും ദൈവകൃപ ഇറങ്ങി വന്ന് സൗഖ്യത്തോടെ സമാധാനത്തോടെ നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേട്ട് ഉത്തരമരുളി നടത്തണം. എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.